जवाबी कार्रवाई कर रही है और इस सीमा अतिक्रमण से निपट रही है। ये अतिक्रमण अत्यंत ही निंदनीय है और पाकिस्तान इनके लिए जिम्मेदार है। हमारा मानना है कि पाकिस्तान इस स्थिति को ठीक से समझे और इस अतिक्रमण को रोकने के लिए तुरंत उचित कार्रवाई करे। सेना ने इस स्थिति पर कड़ी नज़र रखी हुई है और उसे किसी भी अतिक्रमण से निपटने के लिए ठोस और सख्त कदम उठाने के लिए आदेश दे दिए गए हैं। गुड इवनिंग। For the last few hours, there have been repeated violations of the understanding arrived at earlier this evening between the Directors General of Military Operations of India and Pakistan. This is a breach of the understanding arrived at earlier today. The armed forces are giving an adequate and appropriate response to these violations, and we take very, very serious notice of these violations. We call upon Pakistan to take appropriate steps to address these violations and deal with the situation with seriousness and responsibility. The armed forces are maintaining a strong vigil on the situation. They have been given instructions to deal strongly with any instances of a repetition of the violations of the borders along the international border as well as the line of control. Thank you. അക്കാര്യത്തിൽ വിക്രം മിശ്രി കൃത്യമായ ഒരു വിശദീകരണം നൽകുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമുണ്ടായി എന്നുള്ളത് അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ്. ഇന്ത്യ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമുണ്ടായിട്ടുണ്ട്. ആ നിലയിൽ തന്നെയുള്ള മറുപടികൾക്ക് ഇന്ത്യൻ സേനയ്ക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി ഇപ്പോൾ വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറി അറിയിക്കുകയാണ്. സ്വാതി, ഇപ്പോൾ ആ വിഷയത്തിലൊരു സ്ഥിരീകരണം വരുന്നു. പാകിസ്ഥാൻ കരാർ നിലവിൽ വന്ന മണിക്കൂറുകൾക്കകം വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. തീർച്ചയായും നമ്മൾ കാത്തിരുന്ന, അതായത് സ്ഥിരീകരിക്കുന്ന വാർത്തയിലേക്ക് അത്തരത്തിൽ തന്നെ നമുക്കിതിനെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ്. വിദേശകാര്യ സെക്രട്ടറി തന്നെ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയിരിക്കുന്നു. വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ മണിക്കൂറുകൾക്ക് ശേഷം വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായിട്ടുണ്ട് എന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല, അത്തരത്തിലൊരു പ്രകോപനം ഉണ്ടായപ്പോൾ തന്നെ തിരിച്ചടിക്കുവാനുള്ള നിർദ്ദേശം സൈന്യത്തിന് നൽകിയിരുന്നു. സൈന്യം അത്തരത്തിൽ തിരിച്ചടിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. പാകിസ്ഥാന്റെ നടപടി അപലപനീയമാണ് എന്നതുകൂടി വിക്രം മിശ്രി ഇപ്പോൾ നടത്തിയിട്ടുള്ള ചുരുങ്ങിയ വാക്കുകളിൽ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഫോഴ്സിന്, സൈന്യത്തിന് എല്ലാവിധ നിർദ്ദേശങ്ങളും ഇത് സംബന്ധിച്ച് നൽകിയിട്ടുണ്ട്. പ്രകോപനം ഉണ്ടായാൽ തിരിച്ചടിക്കണം എന്ന നിർദ്ദേശം തന്നെ സൈന്യത്തിന് നൽകിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള പാകിസ്ഥാന്റെ നടപടിയെ അപലപിക്കുന്നു എന്നും ഇപ്പോൾ വിക്രം മിശ്രി ചൂണ്ടിക്കാണിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ പ്രകോപനങ്ങൾ സംബന്ധിച്ച ഒരു വ്യക്തമായ വിശദീകരണം അല്ലെങ്കിൽ ഒരു ഇതുവരെ ഉണ്ടായിരുന്ന സംശയങ്ങളൊക്കെയും ദൂരീകരിക്കുന്ന തരത്തിലേക്ക് ഒരു വ്യക്തമായ ഒരു സ്ഥിരീകരണം തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഇപ്പോൾ സൈന്യത്തിന് നൽകിയിരിക്കുന്നു. അതിർത്തി മേഖലകളിൽ കൂടുതൽ ജാഗ്രത വേണം എന്നുള്ള തരത്തിൽ തന്നെയാണ്. മാത്രമല്ല, ഈ ഒരു വെടിനിർത്തൽ കരാർ ലംഘിച്ച നടപടിയെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കേന്ദ്ര സർക്കാരും സൈന്യവും വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് വിക്രം മിശ്രി. ഫോറിൻ സെക്രട്ടറി ഇപ്പോൾ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം കൂടുതൽ ഗൗരവത്തിൽ നമ്മളും അതിനെ തന്നെ അങ്ങനെയാണ് വിലയിരുത്തപ്പെടേണ്ടത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായെന്ന് സംശയിക്കുന്ന പ്രകോപനങ്ങളൊക്കെ തന്നെയും വിദേശകാര്യ സെക്രട്ടറി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അസിത, ശരി, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പങ്കുവയ്ക്കുന്നത്. പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നുള്ളത് അദ്ദേഹം അറിയിക്കുകയാണ്.